മോണിറ്റൈസേഷൻ വരെ കട്ടായി പോകാനുള്ള ചാൻസ് ഉണ്ട് ഈ വരുന്ന പുതിയ യൂട്യൂബിന്റെ അപ്ഡേറ്റിൽ. ജൂലൈ 15 മുതൽ അത് നിലവിൽ വരും. ഇപ്പൊ എല്ലായിടത്തും അതാണ് ചർച്ച ചെയ്യണേ. റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർക്കൊക്കെ നല്ല പണി കിട്ടാൻ പോകണം, പിന്നെ AI വെച്ച് വീഡിയോ ചെയ്യുന്നവർക്കൊക്കെ. അപ്പൊ കുറച്ച് സംഭവങ്ങളൊക്കെ യൂട്യൂബ് പറഞ്ഞിട്ടുണ്ട്, ഇതുപോലത്തെ വീഡിയോസ് ഒക്കെ ഇറക്കണവർക്ക് മോണിറ്റൈസേഷൻ കിട്ടില്ല. ഇനി ഓൾറെഡി മുമ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് 15 ശേഷം കട്ടായി പോകും. അപ്പൊ നിങ്ങൾ ഇതൊക്കെ ഫുള്ള് കണ്ടോക്കുക, എന്നിട്ട് നിങ്ങളുടെ ചാനലിൽ ഇതുപോലത്തെ വീഡിയോസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളയുക. ഇപ്പൊ നമ്മുടെ ചാനൽ ഓൾറെഡി മോണിറ്റൈസ് ആണ്, നമുക്ക് പ്രശ്നം ഉണ്ടാവില്ല. ഇനി പുതിയതായിട്ട് അപ്ലൈ ചെയ്യുന്നവർക്കാണ് പ്രശ്നം, അങ്ങനെ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. പക്ഷെ അങ്ങനെയല്ല, ആയവർക്കും ഇനി ആവാൻ പോണവർക്കും പണി കിട്ടും. കാരണം പോളിസീസ് ഒക്കെ മാറ്റം വന്നിട്ടുണ്ട്. ഒന്നാമത്തേത് വരുന്നത് ലോ ക്വാളിറ്റി കണ്ടന്റ്, നോ എഫേർട്ട്. ഈ സംഭവത്തിന് വരുന്ന കാറ്റഗറിയിൽ മോണിറ്റൈസേഷൻ കൊടുക്കില്ല ഇനി മുതൽ 15 മുതൽ അപ്ഡേറ്റിൽ. അതിൽ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ല DSLR ക്യാമറ വെച്ച് എടുക്കണം എന്നല്ല പറയണം. നമ്മുടെ സാധാരണ നോർമൽ ക്യാമറയിൽ എടുത്താൽ മതി, മൊബൈൽ ക്യാമറയിൽ. പക്ഷെ കണ്ടന്റിന് വാല്യൂ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ കുറെ പേര് കാണുന്നു റോട്ടിൽ കാണുന്ന ചപ്പും ചവറൊക്കെ വീഡിയോ എടുത്തിടുന്നത്. പക്ഷെ അങ്ങനെയല്ല, നമ്മുടേതായ ക്രിയേറ്റിവിറ്റി അതിൽ കൊണ്ടുവരണം. എന്നാലാണ് ഇനി മുതൽ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അത് കിട്ടില്ല എന്നാണ് യൂട്യൂബ് പറയണത്. അപ്പോൾ നമ്മുടെ ഫോണിൽ നമ്മൾ എടുക്കുന്ന വീഡിയോ നമ്മുടെ സ്വന്തം കണ്ടന്റ് ആണ്. പക്ഷെ അതിൽ നമ്മൾക്ക് കുറച്ച് എഡിറ്റിങ്ങും ഒരു വോയിസ് ഓവർ കൊടുത്തു കഴിഞ്ഞാൽ കുഴപ്പമുണ്ടാവില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് റിപ്പീറ്റേറ്റീവ് കണ്ടന്റ്. റിപ്പീറ്റേറ്റീവ് കണ്ടന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യും, അത് നല്ല റീച്ച് ആയി പോകും. അപ്പോൾ നമ്മൾ ആ സെയിം വീഡിയോ വീണ്ടും അപ്ലോഡ് ചെയ്യും, റീച്ചിന് വേണ്ടിയിട്ടും സബ്സ്ക്രൈബേഴ്സ് കയറാൻ വേണ്ടിയിട്ടും. ആ സംഭവമാണ് റിപ്പീറ്റേറ്റീവ് കണ്ടന്റ്. അങ്ങനത്തെ സംഭവം ഇട്ട് കഴിഞ്ഞാൽ ഇനി മുതൽ മോണിറ്റൈസേഷൻ കിട്ടില്ല. ഇനി നിങ്ങളുടെ ചാനലിൽ ഓൾറെഡി അതുപോലത്തെ വീഡിയോസ് ഉണ്ടെങ്കിൽ അതൊന്ന് കളയുക. മൂന്നാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലിപ്പ് ബൈറ്റ് ചാനലുകൾ. ഇപ്പൊ തമ്പനെയിലൊക്കെ നമ്മളിങ്ങനെ കുറെ സംഭവം ഉണ്ടാവും, ഇന്ന ദിവസം കൊണ്ട് ഇത്ര പൈസ കിട്ടും, ഇത്ര മണിക്കൂർ കൊണ്ട് ഇത്ര പൈസ കിട്ടും. അങ്ങനത്തെ സംഭവമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ക്ലിക്ക് ബൈറ്റ് ചെയ്ത ആൾക്കാരെ പറ്റിക്കുന്ന പോലെ സംഭവം. പക്ഷെ അങ്ങനത്തെ സംഭവമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മോണിറ്റൈസേഷൻ കട്ടാവാനും ചാനൽ ടെർമിനേറ്റ് പോകാനും ചാൻസ് ഉണ്ട്. നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ വാച്ച് ടൈം യൂട്യൂബ് സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട്. കാരണം മോണിറ്റൈസേഷൻ ചെയ്യാൻ വേണ്ടി 4000 വാച്ച് അവർ നമ്മൾ കുറെ വഴികളോട് ചെയ്യും. ഇപ്പോൾ കുറെ ടൈപ്പ് വഴികളൊക്കെ കുറെ പേരൊക്കെ ചെയ്യുന്നുണ്ട്, പൈസ കൊടുത്തും സംഭവങ്ങളൊക്കെ. പക്ഷെ അതൊന്നും ഇനി മുൻപ് പറ്റില്ല എന്നാണ് പറയണത്. ഓർഗാനിക് ഹ്യൂമൻ വാച്ച് ടൈം വേണം. അപ്പോൾ കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആയി കൊണ്ടിരിക്കുകയാണ് യൂട്യൂബ്. അഞ്ചാമത്തെ കാര്യം, റിയാക്ഷൻ വീഡിയോ ചെയ്യണവർക്ക് മുട്ടം പണി കിട്ടാൻ പോയി യൂട്യൂബിൽ. ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യണവർക്ക് ഇനി മുതൽ മോണിറ്റൈസേഷൻ കിട്ടില്ല. അത് കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കിട്ടും. ഇപ്പോൾ കുറെ പേർക്ക് ഷോർട്സിൽ നമ്മൾ കാണുന്നുണ്ടാവും, മുകളിലൊരു സ്ക്രീൻ ഷോട്ട്, അടിയിൽ അവർ വെറുതെ ഇരുന്നിങ്ങനെ നോക്കുക, ചിരിക്കുക, അങ്ങനെ സംഭവം ചെയ്ത് കഴിഞ്ഞാൽ മോണിറ്റൈസേഷൻ കിട്ടില്ല. കാരണം നമ്മുടേതായ വാല്യൂ ആഡ് ചെയ്യണം, നമ്മുടെ വോയിസ് കൊടുക്കണം, അതിന് ഓൺ ദ സ്പോട്ടിൽ കമന്ററി അങ്ങനെയൊക്കെ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ മോട്ടിവേഷൻ കിട്ടും. അപ്പോൾ നമ്മളിങ്ങനെ ചുമ്മാ കൈയും കെട്ടി നോക്കിയിരിക്കുകയാണെങ്കിൽ ഒന്നും കിട്ടില്ല. അപ്പോൾ അതും കൂടി ശ്രദ്ധിക്കുക. ഇനി മുതൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. നമ്മുടെ വാല്യൂ അതിൽ ആഡ് ചെയ്യാൻ നോക്കുക, നമ്മളതിൽ കമന്ററി പറയാൻ നോക്കുക, അതിനെ റിയാക്ട് ചെയ്യുക. റിയാക്ഷൻ വീഡിയോ എന്ന് പറഞ്ഞാൽ വെറുതെ ഇങ്ങനെ നോക്കിയിരിക്കലല്ല, നമുക്ക് എന്തെങ്കിലും പറയണം, എന്നാണ് റിയാക്ഷൻ വീഡിയോ ആവുള്ളൂ. അപ്പോൾ ആ കാര്യം കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ആറാമത്തേന്ന് പറയുന്നത് AI വെച്ചിട്ട് യൂട്യൂബിൽ കുറേ പേര് വീഡിയോസ് ഒക്കെ ഇടുന്നുണ്ട്. അപ്പൊ ഇനി മുതൽ അവർക്ക് പണി കിട്ടാൻ പോവുക. കാരണം നമ്മളിപ്പോൾ AI വെറുതെ അടിച്ചു കൊടുത്തിട്ട് സംഭവം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ കയറ്റിയിട്ട് കഴിഞ്ഞാൽ ഒന്നും കിട്ടില്ല. അതിൽ നമ്മുടേതായ വാല്യൂ ആഡ് ചെയ്യണം, എന്നാലാണ് മോണിറ്റൈസേഷൻ കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഒന്നും കിട്ടില്ല. ചുമ്മാ AI അടിച്ചു കൊടുത്ത് വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറെ പൈസ ഉണ്ടാക്കാന്ന് വിചാരിച്ചിരിക്കുന്നവർക്ക് ഇനി മുതൽ നല്ല പണി കിട്ടാൻ പോകണേ. അപ്പൊ നമ്മുടേതായ വാല്യൂയിൽ ആഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ കുഴപ്പമുണ്ടാവില്ല. പിന്നെ സ്ലൈഡ് ഷോ, വെറുതെ ഒരു ഫോട്ടോ വെച്ച് ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് ഇട്ട് പോയി കഴിഞ്ഞാൽ അതിന് മോണിറ്റൈസേഷൻ കിട്ടില്ല. പണ്ടൊക്കെ കിട്ടിയിരുന്നു, പക്ഷെ ഇപ്പൊ ഇനി മുതൽ കിട്ടില്ല. ഈ PSC ക്ലാസിന്റെ സംഭവമൊക്കെ ഉണ്ടാവും നമ്മൾ യൂട്യൂബിൽ, ചെറുതെ ഒരു സ്ക്രീനിൽ അവർ സ്ലൈഡ് ഷോ ഇട്ട് മ്യൂസിക് ഇടും, അങ്ങനെ സംഭവം കിട്ടില്ല. പിന്നെ ഓട്ടോ ജനറേറ്റഡ് വോയിസ്, ഇപ്പൊ ന്യൂസ് ചാനലിലൊക്കെ നമ്മൾ ഓട്ടോ ജനറേറ്റഡ് വോയിസ് ഉണ്ടാവില്ലേ, അതിലൊന്നും ഇനി മുതൽ മോണിറ്റൈസേഷൻ കിട്ടില്ല. നമ്മൾ വോയിസ് നമ്മുടേതായ സ്കില്ലിൽ ആഡ് ചെയ്താലാണ് മോണിറ്റൈസേഷൻ കിട്ടുള്ളൂ. പിന്നെ ഷോർട്സിന്റെ കാര്യത്തിൽ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ഷോർട്സിൽ ഒരു നല്ല സോങ്ങിന്റെ വീഡിയോ ഇടും, അപ്പോൾ അതിന്റെ റവന്യൂ വരുമ്പോൾ അത് നമുക്കും ആ മ്യൂസിക്കിന്റെ ഓണർക്കും ഈക്വലായിട്ട് ഷെയർ ആയി പോകും. അപ്പൊ ഇനി മുതൽ എന്ന് പറഞ്ഞാൽ ഷോർട്സിൽ പാട്ടൊക്കെ ഇട്ട് ഡാൻസ് കളിച്ച് കഴിഞ്ഞാൽ പൈസ ഒന്നും അധികം കിട്ടില്ല എന്ന് അർത്ഥം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാം.